In the last class, we have discussed what is a random variable and two types of random variable and their probability distribution, that is PMF and PDF. Okay, so today we can discuss some questions regarding those topics. സോ ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ വരുന്ന റാൻഡം വേരിയബിളും അത് അസ്യൂം ചെയ്യുന്ന വേരിയബിൾസും അസ്യൂം ചെയ്യുന്ന വാല്യൂസും അതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസിനെയും എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാമെന്നുള്ള 2-3 എക്സാമ്പിൾസാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ് വെൻ 3 കോയിൻസ് ആർ ടോസ്ഡ്. 3 കോയിൻസ് ടോസ് ചെയ്യുമ്പം നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. സോ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 കോയിൻസ് ടോസ് ചെയ്യുമ്പം നമ്പർ ഓഫ് ഹെഡ്സ് ഒക്കർ ചെയ്യുന്നതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് ഡിനോട്ട് ചെയ്യുന്നത്. സോ എക്സിന് ഏതൊക്കെ വാല്യൂസ് അസ്യൂം ചെയ്യാം? നോ ഹെഡ്സ് വരാം, 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം, 3 ഹെഡ്സ് വരാം. കാരണം മാക്സിമം 3 കോയിൻസാണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ എക്സ് ഈക്വൽ ടു 0, 1, 2, 3 എന്ന് എഴുതിയിട്ടുള്ളത്. സോ ഇവിടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിനെയും ഒരു ടേബിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് ഫൈൻഡ് ചെയ്യണം. സോ അതിൻ്റെ മുന്നേ നമ്മൾ സാമ്പിൾ സ്പേസ് എന്താണെന്നുള്ളത് ആദ്യം സ്റ്റേറ്റ് ചെയ്യണം. സോ ഇവിടെ 3 കോയിൻസ് ടോസ് ചെയ്യുമ്പം വരുന്ന പോസിബിൾ ഔട്ട്കംസിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് സെറ്റായിട്ട് അവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, 3 ഹെഡ്സ് വരുന്ന കേസ്, 2 ഹെഡ്സ് വരുന്ന കേസ്, 1 ഹെഡ് വരുന്ന കേസസ്, അതുപോലെ നോ ഹെഡ്സ് വരുന്ന കേസസ് ആണ് നമ്മുടെ സാമ്പിൾ സ്പേസിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. സോ ഒരു 3 കോയിൻസ് ടോസ് ചെയ്യുമ്പം അത് നമ്പർ ഓഫ് ഹെഡ്സ് ഒക്കെ ചെയ്യുന്നത് 0 ഹെഡ്സ്, 1 ഹെഡ്, 2 ഹെഡ് ആൻഡ് 3 ഹെഡാണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ നോ ഹെഡ്സ്, അതായത് എക്സ് ഈക്വൽ ടു 0 ആവുക എന്ന് പറയുന്നത് ഒറ്റ കേസേ ഉള്ളൂ. ടി എന്ന് വരുന്ന ആ ഒരു കേസ് മാത്രമേ ഉള്ളൂ. സോ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 വരുന്ന സെറ്റും എക്സ് ഈക്വൽ ടു 2 വരുന്ന സെറ്റും ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 3 ഹെഡ്സ് വരുന്നത്. സോ അതും 1/8 ആണ്. ബാക്കി 1 ഹെഡും 2 ഹെഡും വരുന്നത് 3 കേസസ് ആണുള്ളത്. സോ 3/8. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സിൻ്റെ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ പ്രോബബിലിറ്റീസിനും നമ്മൾ ടേബിളായിട്ട് എഴുതിയിട്ടുണ്ട്. 0 ഹെഡ് ഇസ് 1/8, 1 ഹെഡ് 3/8, 2 ഹെഡ്സ് 3/8 ആൻഡ് 3 ഹെഡ്സ് 1/8. So this is the probability distribution of number of heads when 3 coins are tossed. Next question, from a lot containing 25 items, 5 of which are defectives. 4 items are chosen at random. Find the probability distribution of number of defectives obtained. ഒരു ലോട്ടിൽ 25 ഐറ്റംസ് ഉണ്ട്. അതിൽ ഏതോ 5 എണ്ണം ഡിഫക്റ്റീവ്സ് ആണ്. ഓക്കെ, അപ്പോൾ 25 ഐറ്റംസ് ഉണ്ട്, 5 ആർ ഡിഫക്റ്റീവ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ശേഷം അതിൽ നിന്ന് 4 ഐറ്റംസിനെ ചൂസ് ചെയ്യാണ്. അപ്പോൾ ആ ചൂസ് ചെയ്യുന്നതിൽ ഡിഫക്റ്റീവ്സ് വരാം, ഡിഫക്റ്റീവ്സ് വരാതിരിക്കാം അല്ലേ. അപ്പം നമ്മൾ 4 എണ്ണമാണ് ചൂസ് ചെയ്യുന്നത്. സോ അതിൽ വരാവുന്ന നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം? നമ്മൾ ചൂസ് ചെയ്യുന്ന 4 എണ്ണം ഡിഫക്റ്റീവ് അല്ലാത്തതാവാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, 1 ഡിഫക്റ്റീവ് വരാം, 2 ഡിഫക്റ്റീവ് വരാം, 3 ഡിഫക്റ്റീവ് വരാം. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്ന 4 എണ്ണം ഡിഫക്റ്റീവ് ആവാം. ഓക്കെ, അപ്പോൾ എക്സിന് 0 to 4 വരെയുള്ള വാല്യൂസ് അസ്യൂം ചെയ്യാൻ പറ്റും. സോ ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും കൂടി ഫൈൻഡ് ചെയ്താലേ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. സോ എക്സ് ഈക്വൽ ടു 0 ആവുമ്പോഴുള്ള പ്രോബബിലിറ്റി, അതായത് നോ ഡിഫക്റ്റീവ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന 4 ഐറ്റംസിലും നോ ഡിഫക്റ്റീവ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് 25 ഐറ്റംസിൽ 5 ഡിഫക്റ്റീവ് ആണ്. പക്ഷെ നമ്മൾ 4 എണ്ണേ ചൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ മാക്സിമം 4 ഡിഫക്റ്റീവ്സേ വരുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ മാക്സിമം 4 വരെ വരും എന്ന് പറഞ്ഞത്.
ഓക്കെ, ആ 25-ലാണ് 5 ഡിഫക്റ്റീവ്സ് ഉള്ളത്, പക്ഷേ നമ്മൾ അതൊന്ന് 4 എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ 4ൻ്റെ കേസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ ആ 4 ഐറ്റംസിൽ മാക്സിമം 4 ഡിഫക്റ്റീവ്സേ വരുള്ളൂ. അതുകൊണ്ടാണ് x 0 to 4 വരെയുള്ള വാല്യൂ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 0. അവിടെ ടോട്ടൽ കേസ് എത്രയാണ്? 25 എന്ന് നമ്മൾ 4 ഐറ്റംസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ പ്രോബബിലിറ്റീസും ഫൈൻഡ് ചെയ്യുമ്പം ടോട്ടൽ പ്രോബബിലിറ്റി, അതായത് ഡിനോമിനേറ്ററിൽ വരുന്നത് 25C4 തന്നെയാണ്. ഓക്കെ, ഇനി ഓരോ കേസ് നോക്കാം. x ഈക്വൽ ടു 0 ആവുക. x ഈക്വൽ ടു 0 എന്ന് പറയുമ്പം നമ്മുടെ ഈ 25 ഐറ്റംസിൽ 5 ഐറ്റംസ് ഡിഫക്റ്റീവാണ്. സോ ആ ഡിഫക്റ്റീവായിട്ടുള്ള 5 ഐറ്റംസിൽ നിന്ന് നമ്മളൊന്നും എടുക്കുന്നില്ല. x ഈക്വൽ ടു 0 ആവുന്ന കേസിൽ അവിടെ ഡിഫക്റ്റീവ് എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 5 ഐറ്റംസിൽ നിന്ന് നമ്മളൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ന്യൂമറേറ്ററിൽ 5C0. ഓക്കെ, അപ്പോൾ ആ 5 പോയി. ഇനി ബാക്കി 20 ഐറ്റംസ് ഉള്ളത്. ആ 20 ഐറ്റംസിൽ നിന്നാണ് നമ്മൾ 4 എടുക്കുന്നത്. സോ 20C4. 5C0 ഇൻറ്റു 20C4 ഡിവൈഡഡ് ബൈ 20C4. ഓക്കെ, സോ ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. ഇനി വൺ ഡിഫക്റ്റീവ് വരിക. 1 ഡിഫക്റ്റീവ് വരുന്ന പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 1 എന്ന് പറയുമ്പം ആ 5 ഐറ്റംസിൽ നിന്ന് നമ്മൾ 1 എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 5C1. ഇനി ബാക്കി 20 ഐറ്റംസിൽ നിന്ന് നമ്മൾ 3 ആണ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതായത് ടോട്ടൽ 4 ആണ് സെലക്ട് ചെയ്യുക. 5 ഐറ്റംസിൽ നിന്ന് ഒരു ഡിഫക്റ്റീവ് ഐറ്റം എടുക്കുന്നുണ്ട്. ബാക്കി ഡിഫക്റ്റീവ് അല്ലാത്ത 20 ഐറ്റംസിൽ നിന്ന് നമ്മൾ 3 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോഴേ ടോട്ടൽ 4 ആവുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് 5C1 ഇൻറ്റു 20C3 ഡിവൈഡഡ് ബൈ 20C4. ഇനി പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 എന്ന് പറയുമ്പം എഗെയിൻ സെയിം. 5 ഡിഫക്റ്റീവ്സിൽ നിന്ന് നമ്മൾ 2 സെലക്ട് ചെയ്യുന്നു. ബാക്കി 20 ഐറ്റംസിൽ നിന്ന് ബാക്കി 2 എണ്ണം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി x ഈക്വൽ ടു 3 എന്ന് പറയുമ്പം 5 ഡിഫക്റ്റീവ്സിൽ നിന്ന് നമ്മൾ 3 സെലക്ട് ചെയ്യുന്നു. ബാക്കി 20 പിന്നെ നമ്മൾ 1 സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതുപോലെ x ഈക്വൽ ടു 4. x ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ 4 നമ്മൾ സെലക്ട് ചെയ്യുന്ന 4 ഐറ്റംസിൽ 4ഉം ഡിഫക്റ്റീവാണ്. അപ്പോൾ ആ 4 നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ 5 ഡിഫക്റ്റീവ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ 5C4 ഇൻറ്റു 20C0. ബാക്കി 20 ഐറ്റംസും നമ്മളൊന്നും എടുക്കുന്നില്ല. 20C0 ഡിവൈഡഡ് ബൈ 25C4. സോ നമുക്ക് റാൻഡം വേരിയബിൾ എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂസും കിട്ടി, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും കിട്ടി. ഇനി അതിനെ ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് ആ ടേബിൾ സ്റ്റേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the probability distribution of number of trials required to get a success for the first time when an experiment is repeating large number of times with probability of success equal to p and probability of failure is equal to 1 minus p which is equal to q. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ഒരുപാട് ടൈംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈം ആ സക്സസ് ഒക്കർ ചെയ്യുന്നതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് അവിടെ ആ സക്സസ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇസ് പി ആൻഡ് ഫെയിലിയർ ഇസ് ക്യൂ വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി. ഓക്കെ, സോ ഇവിടെ നമ്മൾ സക്സസ്സിനെ ക്യാപിറ്റൽ എസ് ആയിട്ടും ഫെയിലിയറിനെ എഫ് ആയിട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എസ് ഈക്വൽ ടു പി ആണ്. അതുപോലെ ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓർ ഈക്വൽ ടു ക്യൂ. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് സക്സസ് കിട്ടുന്ന ആ നമ്പർ ഓഫ് ട്രയൽസിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ടൈംസ് ആ ട്രയൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രയലിൽ തന്നെ സക്സസ് കിട്ടാം, അല്ലെങ്കിൽ സെക്കൻഡ് ട്രയലിൽ സക്സസ് കിട്ടാം, തേർഡ് ട്രയലിൽ കിട്ടാം, അങ്ങനെ ഇൻഫിനിറ്റി വരെ പോവാം. ഓക്കെ, അപ്പം നമ്മൾ റാൻഡം വേരിയബിൾ എക്സിന് 1 to ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സാമ്പിൾ സ്പേസ് എഴുതുമ്പം സാമ്പിൾ സ്പേസിൽ നമ്മളിപ്പം ഫസ്റ്റ് ട്രയലിൽ തന്നെ സക്സസ് കിട്ടുകയാണെങ്കിൽ എസ്. ഓക്കെ, ഇനി സെക്കൻഡ് ട്രയലിലാണ് സക്സസ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രയലിൽ ഫെയിലിയറും സെക്കൻഡ് ട്രയലിൽ സക്സസ്സും. അതുകൊണ്ടാണ് എഫ് എസ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി സപ്പോസ് ഫസ്റ്റിലും സെക്കൻഡിലും ഫെയിലിയറായി തേർഡിലാണ് സക്സസ് കിട്ടുന്നതെന്ന് വെക്കുക. അപ്പം എഫ് എസ്. ഓക്കെ, ഇനി ഫോർത്ത് ട്രയലിലാണെങ്കിൽ ഫസ്റ്റ് 3 ട്രയൽസിലും ഫെയിലിയർ ആയിരിക്കും. സോ എഫ് എസ്. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും നമ്മുടെ സാമ്പിൾ സ്പേസ്.
ഇനി നെക്സ്റ്റ് നമുക്കിവിടെ എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂസും അതുപോലെ സാമ്പിൾ സ്പേസും കിട്ടി. ഇനി ഓരോ എക്സിന് 1, 2, 3 ആവുമ്പം ഉള്ള പ്രോബബിലിറ്റീസും കൂടി ഫൈൻഡ് ചെയ്യണം. അതും കൂടി ഫൈൻഡ് ചെയ്താലേ നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആവുള്ളൂ. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1, അതായത് ഫസ്റ്റ് ട്രയലിൽ തന്നെ സക്സസ് കിട്ടുക. സോ പ്രോബബിലിറ്റി ഓഫ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു പി. ഇനി എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എഫ് എസ് ആണ്, അതായത് ഫസ്റ്റ് ഫെയിലിയർ ദെൻ സെക്കൻഡ് ട്രയലിലാണ് സക്സസ് കിട്ടുന്നത്. സോ ആ രണ്ട് ഇവൻറ്റ്സും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ്, അതായത് ഫസ്റ്റത്തേൽ ഫെയിലിയർ ഒക്കർ ചെയ്യുകയും വേണം, സെക്കൻഡത്തേൽ സക്സസ് ഒക്കർ ചെയ്യും വേണം. അപ്പോൾ അത് രണ്ടും ഒക്കർ ചെയ്യണം, അതായത് ബോത്ത് എന്നാണ്. സോ ഇൻ്റർസെക്ഷനാണ്, രണ്ടും ഇൻഡിപെൻഡൻറ്റും ആയതുകൊണ്ട് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എഫ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എസ് എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണ് ക്യൂ ഇൻറ്റു പി എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3, അതായത് തേർഡ് ട്രയലിലാണ് ഫസ്റ്റ് സക്സസ് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രയലിൽ ഫെയിലിയർ, സെക്കൻഡ് ട്രയലിൽ ഫെയിലിയർ, തേർഡ് ട്രയലിലാണ് സക്സസ്. സോ ക്യൂ ഇൻറ്റു പി, ദാറ്റ് ഇസ് ക്യൂ സ്ക്വയർ പി. ഇനി ഫോർത്ത് ട്രയലിലാണെങ്കിൽ ഫസ്റ്റ് 3 ട്രയൽസിലും ഫെയിലിയർ ആണ്. സോ ക്യൂ ഇൻറ്റു ഫോർത്ത് ട്രയലിൽ പി. സോ ദാറ്റ് ഇസ് ക്യൂബ് പി. ഓക്കെ, അപ്പോൾ ഇത് ഇൻഫിനിറ്റി കേസ് വരെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. സോ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന എക്സിൻ്റെ വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീനെയും ടേബിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. So that is represented like this. So this is the probability distribution of the trial in which first success occur. Next question, a PDF is given, that is f of x is given 1/18 3 plus 2x and it is defined in the interval 2 and 4. ബാക്കി എല്ലാ കേസസിലും അത് 0 ആണ് വരുന്നത്. ഓക്കെ, സോ ഇത് PDF ആണോ എന്ന് എക്സാമിൻ ചെയ്യാണ് ക്വസ്റ്റ്യൻ. സോ PDF ആണോ PMF ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ നമ്മുടെ PMF PDF ഡെഫിനിഷൻ പറഞ്ഞപ്പോഴുള്ള 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്ന്. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, അതിൽ നെഗറ്റീവ് വാല്യൂ ഒന്നും വരുന്നില്ല. സോ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? കണ്ടിന്യൂസ് കേസ് ആയതുകൊണ്ട് ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഇവിടെ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 2 to 4 ആണ്. സോ ഇൻറ്റഗ്രൽ 2 to 4 1/18 3 plus 2x dx ഫൈൻഡ് ചെയ്യുക. സോ അതിൻ്റെ സിമ്പിൾ കാൽക്കുലേഷനാണ്, അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 1/18 ഔട്ട്സൈഡ് എടുത്തിട്ട് എക്സ് വരുന്ന ടേംസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ നമ്മളത് സോൾവ് ചെയ്യുമ്പം നമുക്ക് 1 എന്ന് കിട്ടുന്നുണ്ട്. Therefore the given f of x is a PDF. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PDF is given. സോ PDF നോക്കിയാൽ നിങ്ങൾക്കറിയാം ഓരോ ഇൻ്റർവെല്ലിലും എഫ് ഓഫ് എക്സ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെല്ലാം അൺനോൺ കോൺസ്റ്റൻറ്റ് എ എന്ന് പറഞ്ഞിട്ടൊരു അൺനോൺ കോൺസ്റ്റൻറ്റ് കാണുന്നുണ്ട് നമുക്ക്. സോ ആ അൺനോൺ കോൺസ്റ്റൻറ്റിനെ ഫൈൻഡ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അൺനോൺ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ PMFൻ്റെയും PDF ഒക്കെ ഉള്ള സെക്കൻഡ് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ ആണ്. സോ PDF-ൻ്റെ സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അൺനോൺ കോൺസ്റ്റൻറ്റിനെ ഫൈൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി PMF ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ എ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5. അപ്പോൾ -∞ to 1.5 വരെ ആ PDF-നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ സൊല്യൂഷൻ നോക്കാം. കോൺസ്റ്റൻറ്റിനെ ഫൈൻഡ് ചെയ്യാൻ -∞ to എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പം ഇവിടെ 0 to 1 വരെ AX ആണ്. സോ ഇൻറ്റഗ്രൽ 0 to 1 AX dx പ്ലസ് 1 to 2 ഇൻ്റർവെല്ലിൽ A ആണ് എഫ് ഓഫ് എക്സ്. സോ 1 to 2 A dx, ദെൻ 2 to 3 എഫ് ഓഫ് എക്സ് വരുന്നത് -AX പ്ലസ് 3A dx. ഓക്കെ, ഈക്വൽ ടു 1.
സോ നമ്മുടെ എഫ് ഓഫ് എക്സ് ഓരോ ഇൻ്റർവെല്ലിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഓരോ ഇൻ്റർവെല്ലിലും അതിൻ്റെ എഫ് ഓഫ് എക്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ സിമ്പിൾ ഇൻറ്റഗ്രേഷനാണ്. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ആസ് 1/2. ഇനി അതിൽ വരുന്ന സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 ആണ്. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 എന്ന് പറഞ്ഞാൽ -∞ to 1.5 വരെയാണ് ലിമിറ്റ് നമ്മൾ എടുക്കേണ്ടത്. സോ -∞ to 0 നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. 0 to 1 വരെ എ എക്സ് എന്നായിരുന്നു നമ്മുടെ PDF ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ എ 1/2 കിട്ടിയിട്ടുണ്ട്. സോ 1/2 എക്സ്. ഇനി 1 to 1.5 1 to 2 വരെ നമ്മുടെ PDF എന്ന് പറയുന്നത് എ മാത്രമാണ്. സോ 1 to 2 എന്ന് പറയുന്നതിൻ്റെ ഇതിലാണ് നമുക്ക് 1.5 വരെ ചെയ്താൽ മതി. സോ ഇൻ്റഗ്രൽ 1 to 1.5 എൻ്റെ പ്ലേസിൽ 1/2 dx. ഇനി അത് സിമ്പിളായിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻസർ ആസ് 1/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ PMF ആണ് തന്നിട്ടുള്ളത്. കാരണം എക്സ് കൗണ്ടബിൾ വാല്യൂസ് ആണ് അല്ലേ. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസും തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും അതിൽ അൺനോൺ കോൺസ്റ്റൻസ് കിടപ്പുണ്ട് അല്ലേ. ആൽഫയും ബീറ്റയും ഉണ്ട്. സോ ഒരു ആൽഫ മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ബീറ്റ മാത്രമാണെങ്കിൽ നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ വെച്ചിട്ടായിരുന്നു സോൾവ് ചെയ്തത്. അപ്പോൾ ഇതിൽ 2 അൺനോൺ കോൺസ്റ്റൻസ് ഉണ്ട്, ആൽഫ ആൻഡ് ബീറ്റ. സോ നമുക്ക് ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് മാത്രം ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് പ്രോബബിലിറ്റി ഓഫ് x² - 4x - 3 = 1/2. സോ ഇവിടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. സോ PMFൻ്റെ സെക്കൻഡ് കണ്ടീഷൻ ഇസ് summation P of x = 1. ഓക്കെ. അപ്പോൾ 1/8 + ആൽഫ + 1/6 + 1/4 + ബീറ്റ = 1. അതൊന്ന് നമുക്ക് ആൽഫ + ബീറ്റ = 11/24 എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ഒരു കണ്ടീഷനെ എടുത്തെഴുതാണ്. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് x² = 4x - 3 = 1/2. ഇനി ആ ഇൻസൈഡ് ബ്രാക്കറ്റിലുള്ളതിനെ മാത്രം നമ്മളൊന്ന് മാറ്റി എഴുതുകയാണ്. അതായത് RHSലുള്ളതിനെ LHSലോട്ട് കൊണ്ടുവരാം. x² - 4x + 3 = 0. ഓക്കെ, അപ്പോൾ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. സോ അവിടെ പ്രോഡക്റ്റ് റൂള് യൂസ് ചെയ്തിട്ട് അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x - 3 × x - 1 = 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അത് മീൻ ചെയ്യുന്നത് എന്താണ്? എക്സിന് x = 3 ഓർ x = 1. അപ്പോൾ അത് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്നുള്ളൊരു ആ ഒരു ഫോമിലാണ് കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് x = 3 + പ്രോബബിലിറ്റി ഓഫ് x = 1. സോ നമ്മുടെ ടേബിളിൽ പ്രോബബിലിറ്റി ഓഫ് x = 3ഉം x = 1ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പ്രോബബിലിറ്റി ഓഫ് x = 3 എത്രയാണ്? 1/6 ആണ്. അതുപോലത്തെ പ്രോബബിലിറ്റി ഓഫ് x = 1 ആൽഫയാണ്. സോ 1/6 + ആൽഫ = 1/2 എന്ന് കിട്ടി. അതിന്ന് ആൽഫ = 1/3 എന്ന് കിട്ടി. ഓക്കെ, സോ ആൽഫയുടെ വാല്യൂ കിട്ടി. നെക്സ്റ്റ് നമുക്ക് ബീറ്റയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. സോ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഉണ്ടായിരുന്നു, ആൽഫ + ബീറ്റ = 11/24. അതിൽ ആൽഫേനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. ദാറ്റ് ഇസ് 1/3 + ബീറ്റ = 11/24. Therefore ബീറ്റ = 1/8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ PDF തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു 3x². സോ എക്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1. ഫൈൻഡ് A and B such that probability of x less than or equal to A is equal to probability of x greater than A. And second question, probability of x greater than B equal to 0.05. അപ്പോൾ ഈ f(x) തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴുള്ള എയും ബിയും ഫൈൻഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ അവിടെ ആ ഒരു ഈക്വാലിറ്റി വെച്ചിട്ട് എയുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യണം. സോ ഫസ്റ്റ് വി റൈറ്റ് LHS, ദാറ്റ് ഇസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുമ്പം നമ്മൾ 0 മുതലാണ് PDF ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ 0 to that is integral 0 to a f of x dx which is equal to integral 0 to a 3x² dx that is equal to a cube. അപ്പോൾ അതിൽ
ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ ആ ഇക്വാളിറ്റീൻ്റെ LHS ആണ് നമ്മളിപ്പം ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ RHS ഇതുപോലെ ഫൈൻഡ് ചെയ്യുക. സോ RHS ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ. സോ ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ a to ഇൻഫിനിറ്റി വരെ വരാം. പക്ഷേ ഇവിടെ f of x ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 1 വരെയാണ്. സോ a to 1 f of x dx. That is equal to integral a to 1 3x square dx. That is equal to 1 minus a cube. So LHSും RHSും കിട്ടി. LHS is equal to a cube ആണ്. സോ അതിനെ ഇക്വേറ്റ് ചെയ്യുക. a cube is equal to 1 minus a cube. അപ്പോൾ അതിൽ 2a cube equal to 1 കിട്ടി. a cube equal to 1/2. സോ a എന്ന് പറയുന്നത് എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 1/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.79. ഇനി അതിൽ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി ഈക്വൽ ടു 0.05. ഓക്കെ, അപ്പോൾ ഇതിലും ഇതുപോലെ LHS ആദ്യം ഫൈൻഡ് ചെയ്യുക. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ b to ഇൻഫിനിറ്റി ആണ്. സോ ഇവിടെ നമ്മൾ f of x 1 വരെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. സോ b to 1 f of x dx. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ b to 1 3x square dx. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ബി ക്യൂബ് എന്ന് കിട്ടും. ഇനി അതിൻ്റെ RHS എന്ന് പറയുന്നത് 0.05 ആണ്. സോ 1 മൈനസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു 0.05. അതിൽ നിന്ന് b ഇസ് ഈക്വൽ ടു 0.98 എന്ന് കിട്ടും. ഓക്കെ.